ഘടനയ്ക്കനുസരിച്ച് അതിലൊട്ടും തന്നെ മാറ്റം വരുത്താതെ വളരെ ക്രിയേറ്റീവായ പ്ലാനിങ്ങോടുകൂടി നിർമ്മിച്ച ഒരു മനോഹരമായ വീടിൻ്റെ കാഴ്ചകളാണ് പെർഫെക്റ്റ് ഹോംസിൻ്റെ ഈ അധ്യായത്തിൽ. വെൽക്കം ടു പെർഫെക്റ്റ് ഹോംസ്. കൊല്ലം ജില്ലയിൽ കേരളപുരം എന്ന സ്ഥലത്ത് ആർക്കിടെക്റ്റായ റസീമിൻ്റെയും ധന്യയുടെയും താനിഷ് ഹോം എന്ന വീട്. 11 സെൻറ്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റിൽ ട്രഡീഷണൽ, ട്രോപ്പിക്കൽ, കൊളോണിയൽ എന്നീ സ്റ്റൈലുകൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച മനോഹരമായൊരു വീടാണിത്. വീടിൻ്റെ കോമ്പൗണ്ട് വാൾ കുറച്ച് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിമ്പിളും അതുപോലെ തന്നെ യുണീക്കായിട്ടാണ് ഇവിടുത്തെ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈൻ വരുന്നത്. ഏർത്തി പാലറ്റ്, അതായത് ഗ്രേയും ടെറാക്കോട്ട അങ്ങനത്തെ കളേഴ്സ് വരുന്ന ഏർത്തി പാലറ്റാണ് ഈ ഒരു കോമ്പൗണ്ട് വാളും ഗേറ്റും വരുന്ന സെക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രിക്ക് ക്ലാഡിങ്ങും അതുപോലെ ടെറാക്കോട്ട ജാളീസിൻ്റെ ഒരു യുണീക്ക് കോമ്പിനേഷനാണ് ഈ ഒരു കോമ്പൗണ്ട് വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മെറ്റൽ സെക്ഷൻസും അതുപോലെ വുഡൻ ടെക്സ്ചേഴ്സും വരുന്ന ഒരു കോമ്പിനേഷനാണ് ഗേറ്റിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തെ ലാൻഡ്സ്കേപ്പ് കാഴ്ചകളിലേക്ക് പോകാം. അകത്തെ ലാൻഡ്സ്കേപ്പും വളരെ സിമ്പിൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ട്രോപ്പിക്കൽ ലാംഗ്വേജിലാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഏരിയയിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ നടുക്ക് നിൽക്കുന്ന മാവ് തന്നെയാണ്. കൂടാതെ ഇവിടെ ബാംബു, ഹെലിക്കോണിയ പോലുള്ള പ്ലാന്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഹാർഡ്സ്കേപ്പിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഇൻ്റർലോക്ക് ടൈൽസിൻ്റെയും ഗ്രാസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഗ്രാസ് വെച്ചിട്ടുള്ള ഒരു പാറ്റേണും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ടിൻ്റെ മുമ്പിലായിട്ട്. ഒരു ട്രോപ്പിക്കൽ പ്ലസ് ചെറിയൊരു ട്രഡീഷണൽ ടച്ചോട് കൂടിയാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് പല ലെയേഴ്സിൽ വരുന്ന ഓടും കളേർഡ് ഗ്ലാസ് വരുന്ന വിൻഡോയും അതുപോലെ സ്റ്റോൺ പില്ലേഴ്സും ഒക്കെയാണ്. ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ നിന്ന് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വീട്ടിൻ്റെ ഒരു സിറ്റ് ഔട്ട് സ്പേസിലാണ്. വളരെ എസ്തെറ്റിക് ആയിട്ടാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ലെവൽസ് വരുന്ന രീതിയിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ് ഇവിടെ ഉള്ളത്. അതായത് ലാൻഡ്സ്കേപ്പിൽ നിന്നും 2ാമത്തെ സ്റ്റെപ്പ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അതൊരു ലെവലായിട്ട് എടുത്തിട്ടാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പേസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ റൂഫിങ്ങും അതുപോലെ ഫ്ലോറിങ്ങുമാണ്. ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടെറാക്കോട്ട ടൈൽസും മൊറോക്കൻ പാറ്റേൺ വരുന്ന ടൈൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇവിടെ 2 സൈഡിലായിട്ട് എസ്തെറ്റിക്സിനും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ബെനിഫിറ്റ്സിനുമായിട്ട് സ്റ്റോണിൻ്റെ പില്ലേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ ആണ്. പെബിൾസും ട്രോപ്പിക്കൽ പ്ലാന്റ്സും വരുന്ന രീതിയിലാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ 2ാമത്തെ ലെവലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ ഒരു എൻട്രൻസ് ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ഈ ഏരിയ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബ്രിക്ക് ക്ലാഡിങ്ങും അതുപോലെ സിമെൻറ്റ് ടെക്സ്ചർ ഫിനിഷാണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് നോക്കുകയാണെങ്കിൽ ഒരു പഴമ തോന്നിക്കുന്ന രീതിയിൽ ഒരു ട്രഡീഷണൽ രീതിയിലാണ് മെയിൻ ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോറിനൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കൂടിയുണ്ട്. അതായത്
അകത്തുനിന്ന് പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഓപ്പണബിൾ ഡീറ്റെയിൽ ഈ ഒരു മെയിൻ ഡോറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തെ ഇന്റീരിയർ കാഴ്ചകൾ കാണാം. സിറ്റ് ഔട്ട് സ്പേസിൽ നിന്നും മെയിൻ ഡോർ വഴി എത്തി നിൽക്കുന്നത് ഒരു ഫോയർ സ്പേസിലാണ്. ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഫോയർ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് വോള്യൂം കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ആൻറ്റീക് വുഡൻ ഡെക്കോർ പീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിഷ്വൽ കണക്ഷനാണ്. ഈ ഒരു ഫോയർ സ്പേസിൽ നിന്നും വീടിൻ്റെ പല ഭാഗത്തേക്ക് ഒരു വിഷ്വൽ ആക്സസ് ഓൾസോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഒരു ലീനിയർ കോർട്ട്യാർഡ് സ്പേസ് ആണ്. പെബിൾസും ട്രോപ്പിക്കൽ പ്ലാന്റ്സും വരുന്ന രീതിയിൽ ഒരു ലീനിയർ കോർട്ട്യാർഡ് ഈ മെയിൻ ഡോറിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ ബെഡ്റൂമിലേക്കും ഒരു ബഫർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ലീനിയർ കോർട്ട്യാർഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോയറിൽ നിന്നും ഒരു ആർച്ച് വേ വഴി ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വീടിൻ്റെ ലിവിങ് റൂമിലാണ്. വളരെ മിനിമലായിട്ടാണ് ഇവിടുത്തെ ഫേർണിച്ചറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് സീറ്റിംഗ് ഏരിയ ആണ് ഇവിടെ സീറ്റിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കോർട്ട്യാർഡിലേക്ക് ഫേസ് ചെയ്ത് ഒരു സ്വിംഗ് സീറ്റിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോറിങ്ങിനും യൂസ് ചെയ്തിരിക്കുന്നത് മൊറോക്കൻ പാറ്റേൺസ് വരുന്ന ടൈലാണ്. ഇവിടുത്തെ ടി വി യൂണിറ്റിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ വളരെ മിനിമലായിട്ട് വുഡ് ആൻഡ് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഡീറ്റെയിൽ വരുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വാളിൽ ഒരു ആർച്ച് പാനലിങ്ങും അകത്ത് വാൾപേപ്പർ ഫിനിഷുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോയറിൽ നിന്നൊരു എക്സ്റ്റെൻഡഡ് സ്പേസിലാണ്. ഇവിടെ ഒരു സ്റ്റഡി സ്പേസും അതുപോലെ ഡൈനിങ് ആൻഡ് കിച്ചണിലേക്ക് നോക്കിയിരിക്കാൻ പറ്റുന്ന ഒരു ഇൻബിൽറ്റ് സീറ്റിങ്ങുമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് 2 ലെവൽസിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നുമാണ് മുകളിലെ ഫ്ലോറിലേക്കുള്ള ആക്സസും അതുപോലെ താഴേക്കുള്ള ലെവലിലേക്കുള്ള ആക്സസിനുള്ള സ്റ്റെയറും ഈ ഒരു സ്പേസിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിലെ സീലിംഗ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വുഡിൻ്റെ എലിമെൻറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആൻറ്റീക് ഗ്ലാസ് ഹാങ്ങിങ് ലൈറ്റ്സും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡൻ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലെ പോസ്റ്റർ ബെഡാണ് ബെഡായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡ്സിലെ സൈഡ് ടേബിൾ വുഡൻ ആൻഡ് കെയിൻ ഡീറ്റെയിലിംഗ് വരുന്നതാണ്. ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ബെഡിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഒരു ലീനിയർ കോർട്ട്യാർഡാണ്. അത് ലൈറ്റ് ചെയ്യാനായിട്ട് മുകളിൽ ഒരു കട്ട് ഔട്ട് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് വാളിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വുഡൻ ഫ്ലൂട്ടഡ് പാനൽസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താനിഷ് ഹോം എന്ന ഈ ബ്യൂട്ടിഫുള്ളായ വീടിൻ്റെ ഓണറും ഡിസൈനറുമായ മിസ്റ്റർ റസീമും ഫാമിലിയും നമ്മുടെ കൂടെ ഉണ്ട്. ഒപ്പം മിസ്റ്റർ അരുണും നമ്മുടെ കൂടെ ഉണ്ട്. അരുണും മിസ്റ്റർ റസീമുമാണ് ഇൻസൈറ്റ് ആർക്കിടെക്ചറൽ ഐഡിയാസിൻ്റെ കോ-ഫൗണ്ടേഴ്സ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹായ്. ഹായ്. ഒരു ഡിസൈനറായിട്ട് സ്വന്തം വീട് ഡിസൈൻ ചെയ്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മളൊരു 12 വർഷത്തെ ഡിസൈൻ എക്സ്പീരിയൻസിൽ പല ക്ലയൻസിനും ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം വീടെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് വേണമല്ലോ. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റിയിൽ നിന്നാണ് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി
കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരുപാട് ഡിസൈൻസ്, അതായത് ഒരു ട്രോപ്പിക്കൽ ഡിസൈൻസ്, അതോടൊപ്പം തന്നെ ഒരു കൊളോണിയൽ ഡിസൈന്, പിന്നെ ഒരു ട്രഡീഷണൽ ഡിസൈൻ, ഇതെല്ലാം കൂടെ പെർഫെക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ടാനിഷ് ഹോം എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകം സ്പെഷ്യലായിട്ട് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് 2 ലെവലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ലെവല് അപ്പിലും ഒരു ലെവൽ ഡൗണിലുമാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലെവലിൽ നമ്മൾ കുറച്ച് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഏരിയസും മറ്റുള്ള കാര്യങ്ങളും എല്ലാമാണ് നമുക്ക് ഈ ഫസ്റ്റ് ലെവലിൽ വരുന്നത്. അതായത് ഒരു മാസ്റ്റർ ബെഡ്റൂമും അതോടൊപ്പം തന്നെ ഒരു ഫോയറും ഒരു ലിവിങ് റൂമും പിന്നെ ഒരു ഫാമിലി ലിവിങ് കം സ്റ്റഡി ഏരിയ ആയിട്ടാണ് നമ്മളവിടെ കുറച്ച് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സൈറ്റ് കുറച്ചൊരു സ്ലോപ്പിംഗ് ടെറൈൻ ആയിരുന്നല്ലോ, അപ്പോൾ അതിൽ വർക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും സ്ട്രക്ചറലി ചലഞ്ചസ് ഉണ്ടാവും. കാര്യം ഒരു ടെറൈനായിട്ടുള്ള പ്ലോട്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ റീറ്റെയിനിങ് വാൾസ് ഒക്കെ ചെയ്യേണ്ടി വരും. കാര്യം ടെറൈനെ നമ്മൾ ഈ വാട്ടർ കണ്ടൻറ്റൊക്കെ മണ്ണിൽ വെള്ളത്തിന് ഈർപ്പം ഉണ്ടാവുമല്ലോ, അത് വോളിലൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഭാവിയിലൊക്കെയാണ്. അതുകൊണ്ട് ആ ഒരു ലെവൽ വരുന്ന ഭാഗത്ത് റീറ്റെയിനിങ് വാൾസ് ചെയ്യാറുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് ഒരു ടിപ്പിക്കൽ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ സ്റ്റൈൽ നമുക്ക് ഒരിക്കലും ഇതിനകത്ത് അഡപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ചിലപ്പം കോൺക്രീറ്റിൻ്റെ ലെവൽ തന്നെ പല ലെവലിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും. ടൈം ഇപ്പം കൺസ്ട്രക്ഷൻ്റെ ടൈം ചിലപ്പം കൂടുതലെടുക്കും. അങ്ങനെ കുറച്ച് എക്സ്പെൻസ് നമുക്ക് വരാറുണ്ട്. പക്ഷേ ബേസിക്കലി നമ്മളൊരു പ്ലോട്ടിനെ ലെവൽ ചെയ്ത് കംപ്ലീറ്റ് മണ്ണിട്ട് ഫില്ല് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും എക്സ്പെൻസ് വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ എക്സ്പെൻസ് ലാഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ഇതിനുള്ളിൽ തന്നെ കൊണ്ടുവരുന്നത്. ഈ വീട്ടിൽ മൊത്തത്തിലൊരു ഓപ്പൺ കോൺസെപ്റ്റും അതുപോലെ ഒരു വിഷ്വൽ കണക്ടിവിറ്റി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് താമസിച്ച് തുടങ്ങിയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതുവരെ അങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളൊരു ഇത് കണ്ടിട്ടില്ലല്ലോ. അപ്പം ശരിക്കും പുറത്തുനിന്നൊരു വ്യൂവർ വന്നാൽ തന്നെ അകം ഫുൾ ഇങ്ങോട്ട് വ്യൂ കിട്ടത്തില്ലെങ്കിൽ നമുക്ക് ഫുൾ അവരെ വാച്ച് ചെയ്യാനും എല്ലാം കഴിയുന്നുണ്ട്. അപ്പം ശരിക്കും അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. സാധാരണ വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കിച്ചണും ഡൈനിങ്ങും ഒരുമിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണല്ലോ, അപ്പോൾ അത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഡൈനിങ്ങും കിച്ചണും അടുത്തായപ്പം നമുക്ക് ഒരുപാട് സ്പേസ് എടുക്കേണ്ടി വരത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ. മറ്റ് വീടുകളിലൊന്നും കാണാത്ത രീതിയിലൊരു ഓപ്പൺ ബെഡ്റൂം കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഓപ്പൺ ബെഡ്റൂം, അതായത് സാധാരണ നമ്മൾ നേരെ കയറി വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അപ്പർ ലിവിംഗ് ആണ് വരാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു അപ്പർ ലിവിംഗ് ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അതൊരു 1-2-3 പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒന്ന് കിഡ്സ് റൂമായിട്ട് വേണമെങ്കിൽ കിഡ്സ് റൂമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഹോം തിയേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നോർമലി ഉള്ള ഒരു ലിവിങ് സ്പേസിന് വേണ്ടിയിട്ട് ഒരു വലിയ ബെഡ്റൂമാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു 3 പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാനത് ബെഡ്റൂമാക്കിയത് മാറ്റിയിരിക്കുന്നത്. ഈ വീട്ടിൽ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ ഡിസൈനിങ് സ്റ്റേജിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ആയിരുന്നു ഫോക്കസ് ചെയ്തത്? നമ്മൾ നേരത്തെ പറയുന്നത് ഇതൊരു മിക്സ് ആണല്ലോ വീട്. ഇപ്പോൾ ട്രോപ്പിക്കലുണ്ട്, ട്രഡീഷണലുണ്ട്, പിന്നെ അത് ഈ സെഗ്മെൻ്റൽ ആർച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ്റെ പാർട്ടായിട്ട് ട്രോപ്പിക്കലായിട്ട് വരും. പിന്നെ മെറ്റീരിയൽസൊക്കെ ഉടൻ ഒരു കൺസെപ്റ്റാണ് കൂടുതലും. നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻറ്റീരിയറിന് വേണ്ടി പ്രത്യേകം ചെയ്യുമെന്നുള്ളതല്ല, പർപ്പസ്ഫുള്ളി ഉള്ള ഇൻറ്റീരിയറാണ് എല്ലാ വീടുകളിലും നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വീട്ടിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻറ്റീരിയറിൻ്റെ ഓപ്ഷൻ ഇട്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം സിറ്റിംഗ് ഏരിയകൾ, ഈ റൂംസിൻ്റെ ഉള്ളിലൊക്കെ വന്നിരിക്കുന്ന വിൻഡോസ്, ഉള്ളിൽ നമ്മൾ വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിനെ 360 ആംഗിളിൽ കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടവും ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ 360 ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൈവസി പ്ലേസ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ആണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഇൻറ്റീരിയറിന് വേണ്ടി പ്രത്യേകം ചെയ്യാതെ പർപ്പസ്ഫുള്ളായിട്ടുള്ള ഇൻറ്റീരിയർ, അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ കുറേ ഗ്രീനിഷ് ആയിട്ടുള്ള കോർട്ട്യാർഡ്സ്, ചെടികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ വീടിൻ്റെ എലിവേഷന് കുറച്ചൊരു വ്യത്യസ്തതയുണ്ട്, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് കൊണ്ടുവന്നത്? നമ്മളിപ്പോൾ ഈ കണ്ടംപററി ഡിസൈൻ നമ്മളിപ്പം പരമാവധി ഒന്നും ഉപയോഗിക്കാറില്ല. നമ്മുടെ ക്ലൈമറ്റിന് ഇപ്പം കണ്ടംപററി ഡിസൈൻ സത്യത്തിൽ അത് നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയൊരു കൺസെപ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു വേറെ സ്റ്റൈലിനെ കുറിച്ച് ആദ്യമേ ചിന്തിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും ട്രഡീഷണൽ ആകുമ്പം പക്കാ ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് പോകും. ഇപ്പം അതുകൊണ്ടാണ് ഒരു ട്രോപ്പിക്കലും ട്രഡീഷണലും മിക്സ് ചെയ്തിട്ട് നമ്മളങ്ങനെ ചെയ്തത്. ഇപ്പോൾ പുറത്ത് തന്നെ സെഗ്മെൻ്റൽ ആർച്ചുണ്ട്. എന്നാൽ നമ്മൾ റൂഫൊക്കെ ചെയ്തിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള തന്നെ സാധാ ഓട് ഉപയോഗിച്ചിട്ടാണ് സ്ട്രക്ചർ ചെയ്തിട്ട് അതിന് മുകളിൽ ഓട് പാകിയിരിക്കുന്നു. അപ്പോൾ ഔട്ട്ലുക്ക് മൊത്തത്തിൽ നോക്കുമ്പം ഒരു ട്രോപ്പിക്കൽ ട്രഡീഷണൽ
ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ കൂടുതലും നമ്മുടെ മരങ്ങളൊക്കെ മുറിച്ച് കളയാണ്ടും ലാൻഡ്സ്കേപ്പിനുള്ള സ്ഥലം കൊടുത്തുകൊണ്ടും ഒക്കെ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ല, പ്ലോട്ട് അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ പ്ലോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നശിപ്പിക്കാണ്ട് തന്നെ ഒരു എക്കോ ഫ്രണ്ട്ലി എന്നുള്ളൊരു ഒരാശയം കൂടി ചേർത്തിട്ട് ട്രോപ്പിക്കൽ ട്രഡീഷണൽ ഡിസൈനിലേക്ക് കൊണ്ടുവന്നതാണ്. ഞാനിപ്പോൾ കണ്ടു, അതായത് ഫ്ലോറിങ്ങിനും ലാൻഡ്സ്കേപ്പിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ് ചെയ്തത്? നമുക്ക് എൻ്റെ മനസ്സിൽ ഫസ്റ്റിലത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഫ്ലോറിനെ പൂർണ്ണമായിട്ടും ഒരു കൊളോണിയൽ സ്റ്റൈലിലാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിൽ ഒരുപാട് പാർട്ടുകൾ നമ്മൾ ഇതിനകത്ത് പല ഭാഗങ്ങളും ഓരോരോ പാർട്ടിൻ്റെ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കൊളോണിയൽ ആവണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊളോണിയൽ ഒരു ഡിസൈനിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലോറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പം ഫ്ലോറിംഗ് ആണ് ആ മെയിനായിട്ടെന്ന് പറയുന്നത്. നമ്മൾ ആ ഫ്ലോറിംഗ് ആയിരിക്കും ആ ഒരു കൊളോണിയൽ സ്റ്റൈലിലോട്ട് നമ്മളെ ഈ ഒരു ആംബിയൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു മൊറോക്കൻ സീരീസ് നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സെലക്ട് ചെയ്താണ് ഒരു മൊറോക്കൻ സീരീസ് എടുത്തിട്ടാണ് നമ്മളിവിടെ ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ബഡ്ജറ്റായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ അത് സിംപ്ലി ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അത് വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് മരങ്ങൾ നമുക്ക് നിലവിൽ ഉണ്ടായിരുന്നു. അത് നമ്മളൊന്നും സ്പോയിൽ ചെയ്തില്ല. അതിനെയെല്ലാം നമ്മൾ അതേ കണക്ക് തന്നെ സംരക്ഷിച്ച്, അതായത് വീടിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടോ അതേപോലെ തന്നെ ആയിരുന്നു നമ്മളിവിടെ നിൽക്കുന്ന മരങ്ങൾക്കും നമ്മൾ അവർക്ക് അവരുടേതായ സ്ഥാനം നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഉണ്ടായാലും ഒരുപാട് ബഡ്ജറ്റ് നമുക്ക് ലാൻഡ്സ്കേപ്പിന് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നെ അതിനകത്ത് പെൽഗ്രാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയൊരു ഏരിയ പെൽഗ്രാസ് ഉപയോഗിച്ചു. പിന്നെ ഇൻ്റർലോക്കിനകത്തൂടെ നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടെ ലേ ചെയ്തപ്പോഴത്തേക്ക് ഒരു ലാൻഡ്സ്കേപ്പായി. ഫുള്ളി എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ എത്രയായിരുന്നു ഒരു ടോട്ടൽ എക്സ്പെൻസ്? ഏതൊരു റേഞ്ചിലായിരുന്നു അത് വന്നത്? നമുക്ക് ഇതിൻ്റെ ഫുൾ ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ വീടിന് മാത്രമല്ലാതെ കോമ്പൗണ്ടുകളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ലാൻഡ്സ്കേപ്പും ടോട്ടൽ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഷോയിൽ കാണുന്ന എന്തൊക്കെയുണ്ടോ അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്കൊരു ബഡ്ജറ്റ് ഏകദേശം ഒരു 70 lakhs-ഓളം നമുക്ക് വന്നിട്ടുണ്ട്. അതിനകത്താണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിത് ഇത് കുറച്ച് ബഡ്ജറ്റ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 ലെവൽ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് വന്നത്. ഏതായാലും ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ഞാൻ ബാക്കി വിശേഷങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. താങ്ക് യു സോ മച്ച്. ഫോയറിൽ നിന്ന് സ്റ്റെപ്സ് വഴി നമ്മൾ ഈ താഴത്തെ ലെവലിൽ എത്തി നിൽക്കുമ്പോൾ എത്തുന്നത് ഒരു ഡൈനിങ് ഏരിയയിലാണ്. ഓപ്പൺ ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് ആണിത്. മുകളിലത്തെ ബേ വിൻഡോ സീറ്റിങ്ങിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒരു ചെറിയൊരു വാട്ടർ കോട്ടും അതിനോടടുത്ത് തന്നെ ഒരു സീറ്റിംഗ് സ്പേസും ചെറിയൊരു ലാൻഡ്സ്കേപ്പ് സ്പേസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോടടുത്തായിട്ട് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിൽ ഇരിക്കാനും കിടക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തേക്കുമുള്ള ഒരു വിഷ്വൽ കണക്ടിവിറ്റി കൂടെയുള്ള ഒരു സ്പേസാണിത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡൈനിങ് ടേബിളും ഒരു സൈഡിൽ സീറ്റേഴ്സും ഒരു സൈഡിൽ ബെഞ്ചുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പേസ് നേരെ ഓപ്പൺ അപ്പ് ചെയ്യുന്നത് ഈ ഒരു പാറ്റിയോ സ്പേസിലേക്കാണ്. നല്ല ലാൻഡ്സ്കേപ്പും അതുപോലെ ചെറിയ വാൾ ഡെക്കോഴ്സും ഒക്കെ വരുന്ന രീതിയിൽ, സ്കൈലൈറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റിയോ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണും ഡൈനിങ്ങും ഒരുമിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ കിച്ചൺ നോക്കുകയാണെങ്കിൽ ഒരു ലീനിയർ ആയിട്ടൊരു സ്ലാബ് സ്പേസും അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസുമാണ് കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി ടൈൽസ് ആണ്. അതുപോലെ സ്റ്റോറേജിനായിട്ട് ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഷട്ടറിൽ വുഡ് ആൻഡ് കെയിൻ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സ്പ്ലാഷ് ടൈൽസിന് ഒരു വെർട്ടിക്കൽ ഡിസൈൻ എലിമെൻറ്റ് കൊണ്ടുവരാനായിട്ട് കിറ്റ് കാറ്റ് മോഡൽസിലെ ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
സെക്കൻഡ് ബെഡ്റൂം സ്പേസ് ആണിത്. ഇവിടെയും ട്രഡീഷണൽ രീതിയിലെ വുഡൻ പോസ്റ്റർ ബെഡാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ വുഡ് ആൻഡ് കെയിനിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്ന സൈഡ് ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്പേസ് നോക്കിയാൽ അറിയാം അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നത് ആ ഒരു ലിവിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന ആ ഒരു ലീനിയർ കോർട്ട്യാർഡ് സ്പേസ് തന്നെയാണ്. ഇവിടെ നിന്ന് ലിവിങ്ങിലേക്കും ഫോയറിലേക്കും ഒരു നല്ലൊരു വിഷ്വൽ കണക്ടിവിറ്റിയും ഉണ്ട്. ആക്സെൻറ്റ് വാളിനെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് റീപ്പേഴ്സ് യൂസ് ചെയ്ത വെയിൻസ്കോട്ടിംഗ് ഡീറ്റെയിലും അതുപോലെ അതിൻ്റെ മുകളിൽ ഒരു മിനിമലായിട്ട് വരുന്ന ഒരു വാൾപേപ്പറുമാണ് കൊടുത്തിട്ടുള്ളത്. ബെഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രൈവസി വേണ്ട സമയത്ത് ഇങ്ങനെ അടച്ച് ഒരു വെക്കാൻ പറ്റുന്ന ഒരു വിൻഡോ മോഡലിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് അടച്ചു കഴിയുമ്പോൾ ബെഡിൻ്റെ ഒരു വുഡൻ ഹെഡ് ബോർഡ് ഡീറ്റെയിൽ ആയിട്ടും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു കൺവെൻഷനലി കണ്ടുവരുന്ന ഒരു വാർഡ്രോബിൻ്റെ ഹൈറ്റ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന വാർഡ്രോബിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു ഹൈറ്റിലാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ഒരു മിററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് സ്പേസ് ആയിട്ടും ഈ ഒരു സ്പേസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബെഡ് സ്പേസിന് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫുൾ ഹൈറ്റ് വിൻഡോസ് ഓപ്പൺ അപ്പ് ചെയ്യുന്നത് ഈ ഒരു ട്രോപ്പിക്കലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കോർട്ട്യാർഡ് സ്പേസിലേക്കാണ്. സ്റ്റോൺസും പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോയർ സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. ഒരു വുഡൻ കാൻലിവർ രീതിയിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടെ മെറ്റൽ ഹാൻഡ് റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകളിലേക്ക് പോകാം. മുകളിലത്തെ ഫ്ലോറിൽ ഒരു കിഡ്സ് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കോൺസെപ്റ്റിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വീടിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വിഷ്വൽ കണക്ടിവിറ്റി ഉണ്ട്. താഴത്തെ ഫോയറിൽ നിന്നും ഈ ഒരു സ്പേസിലേക്ക് ഡയറക്റ്റ് ഒരു വിഷ്വൽ കണക്ടിവിറ്റി ഈ റൂമിനുണ്ട്. ഇവിടെയും ട്രഡീഷണലായ വുഡൻ പോസ്റ്റർ ബെഡാണ് കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് കെയിൻ ഡീറ്റെയിലിംഗ് വരുന്ന സൈഡ് ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റ് റൂമിലെ പോലെ തന്നെ ഇവിടെയും ഒരു വാർഡ്രോബ് കം ഡ്രസ്സിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ ഒരു റസ്റ്റിക് പാറ്റേൺ വരുന്ന ടൈലും അതുപോലെ മൊറോക്കൻ ടൈൽസിൻ്റെയും ഒരു കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് ഫ്ലോറിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വാൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു സിമെൻറ്റ് ടെക്സ്ചർ ഫിനിഷും അതുപോലെ ഈ ഒരു വിൻഡോയുമാണ്. ലൂവർ ഡീറ്റെയിൽ വരുന്ന വുഡൻ വിൻഡോ ആണിത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റീരിയറിലേക്ക് നല്ലൊരു വ്യൂ ഓൾസോ ഇതിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ലെവലിലേക്കുള്ള ഒരു ആക്സസും ഈ ഒരു ഓപ്പൺ ബെഡ്റൂമിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഈ ഒരു ലെവൽ ഒരു ചെറിയൊരു ഓഫീസ് സ്പേസ് കം സ്റ്റഡി ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സീലിംഗ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. സ്ലോപ്പിംഗ് പ്രൊഫൈലിൻ്റെ അടിയിൽ പനമ്പയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തവും മനോഹരവുമായ ഈ വീടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീടിൻ്റെ ഡിസൈനുമായി വീണ്ടും കാണാം. നമസ്തേ.